എന്നിവ. അപ്പോൾ ഈ എണ്ണസംഖ്യയിൽ ചിലവയെ ഭാജ്യസംഖ്യകളെന്നും അഭാജ്യസംഖ്യകളെന്നൊക്കെ പറയാറുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? ശരിയാണ്. ഭാജ്യസംഖ്യകളും അഭാജ്യസംഖ്യകളും അറിയണമെങ്കിൽ ആദ്യം ഗുണിതം, ഘടകം എന്നിവയെക്കുറിച്ച് അറിയണം. അത് ഞാൻ പറയാം. പറഞ്ഞോളൂ. രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഗുണിതഫലമാണ് ആ സംഖ്യയുടെ ഗുണിതം. ഗുണിക്കുവാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് ആ സംഖ്യയുടെ ഘടകങ്ങൾ. ഉദാഹരണത്തിന് നമുക്ക് 6 എടുക്കാം. അതിനെ എങ്ങനെയെല്ലാം എഴുതാൻ സാധിക്കും സൂരജ്? 2 × 3 എന്നെഴുതാൻ സാധിക്കും. ഇവിടെ 2ഉം 3ഉം അതിന്റെ ഘടകങ്ങളും 6 2ന്റെയും 3ന്റെയും ഗുണിതവുമാണ്. അപ്പോൾ ഘടകം, ഗുണിതം എന്നിവ അറിയാം. ഇനി നമ്മൾക്ക് അഭാജ്യസംഖ്യകൾ നോക്കാം. ഒരു സംഖ്യ എടുക്കുമ്പോൾ ആ സംഖ്യയ്ക്ക് 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങളായി വരുന്നുവെങ്കിൽ ആ സംഖ്യ ഒരു അഭാജ്യസംഖ്യയാണ്. അതായത് 5 എന്ന സംഖ്യ എടുക്കുക. 5ന്റെ ഘടകങ്ങൾ 1ഉം 5ഉം മാത്രമാണ്. 5 ഒരു അഭാജ്യസംഖ്യയാണ്. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാണ് സുരജ്? 2. 2-നൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ, പറയൂ ആരോണേ. അതെ, ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ മാത്രമല്ല 2. ഇരട്ട സംഖ്യയിലെ ഏക അഭാജ്യസംഖ്യ 2ആണ്. മറ്റുള്ളവയെല്ലാം ഒറ്റ സംഖ്യകളാണ്. ശരിയാണ്. 100-ൽ താഴെ 25 അഭാജ്യസംഖ്യകൾ ഉണ്ട്. ഇനി ഭാജ്യസംഖ്യകൾ എന്താണെന്ന് നോക്കാം. ഭാജ്യസംഖ്യകൾ എന്താണെന്ന് ആരോണ് പറയാമോ? പറയാൻ സാധിക്കും. 4 എന്ന സംഖ്യ എടുക്കുക. 4ൽ നിന്ന് നമുക്ക് എങ്ങനെയെല്ലാം എഴുതാൻ സാധിക്കും സൂരജ്? 2 × 2 എന്നും 4 × 1 എന്നും എഴുതാൻ സാധിക്കും. അതെ, ഇവിടെ 4ന് 1ഉം 4ഉം കൂടാതെ 2 എന്ന ഘടകം കൂടിയുണ്ട്. ഒരു സംഖ്യയ്ക്ക് 1ഉം ആ സംഖ്യയും കൂടാതെ മറ്റു സംഖ്യകൾ ഘടകമായി വരുന്നുണ്ടെങ്കിൽ അത് ഒരു ഭാജ്യസംഖ്യയാണ്. അങ്ങനെ നോക്കുമ്പോൾ 4, 6, 8 എന്നിവ ഭാജ്യസംഖ്യകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾക്ക് 100-ൽ താഴെ എത്ര ഭാജ്യസംഖ്യകൾ ഉണ്ടെന്ന് നോക്കാം. 100-ൽ താഴെ 74 ഭാജ്യസംഖ്യകൾ ഉണ്ട്. ഇനി നമ്മൾക്ക് പ്രേക്ഷകരോട് ഒരു ചോദ്യം ചോദിച്ചാലോ? ചോദിക്കാം. നമുക്കിപ്പോൾ ഭാജ്യസംഖ്യകൾ എന്താണെന്നും അഭാജ്യസംഖ്യകൾ എന്താണെന്നും അറിയാം. ഞാനത് ഒരിക്കൽ കൂടി വിശദമായി വിശദീകരിക്കാം. 2 ഘടകങ്ങൾ മാത്രമുള്ളവയാണ് അഭാജ്യസംഖ്യകൾ. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളവയാണ് ഭാജ്യസംഖ്യകൾ. അപ്പോൾ ഈ ഭാജ്യസംഖ്യയിലും അഭാജ്യസംഖ്യയിലും പെടാത്ത ഒരു സംഖ്യ ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ശരിയാണ്. അത് എങ്ങനെയാണ് ലഭിച്ചതെന്ന് സുരജിന് പറയാൻ സാധിക്കുമോ സുരജ്? സാധിക്കും. 1ന് ഒരു ഘടകം മാത്രമേ ഉള്ളൂ. അതിനാൽ അത് അഭാജ്യസംഖ്യയിലോ ഭാജ്യസംഖ്യയിലോ ഉൾപ്പെടുന്നില്ല. കൂട്ടുകാരെ, നിങ്ങൾക്കിപ്പോൾ അഭാജ്യസംഖ്യകൾ ഭാജ്യസംഖ്യകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. നന്ദി, നമസ്കാരം.